നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശാലമായി കിടക്കുന്ന ഒരു പ്രഹേളികയായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ടോ? എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജീവിതമാകുന്ന നമ്മുടെ ആ ഒരു വലിയ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. എന്താണ് നമ്മുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്? നമുക്കറിയാം, എല്ലാവർക്കും ഉള്ളത് ഓരോരോ ജീവിതങ്ങളാണ്. ജീവിതത്തെ കോമൺ ആയിട്ട് എടുക്കുമെങ്കിലും നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ജീവിതമാണുള്ളത്. അപ്പോൾ എന്താണ് ഈ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ പല കാര്യങ്ങളിലൂടെ അവന്റെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന ഒരു കാര്യത്തിലൂടെ ആയിരിക്കില്ല എന്റെ ഫ്രണ്ട് കടന്നു പോകുന്നത്. അങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ ഒരു സാക്ഷ്യപത്രമായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ അനുഭവങ്ങൾ തന്നെ നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതായിട്ടും നമ്മളെ പല രീതിയിൽ നമ്മുടെ ചിന്താഗതികളെ വാർത്തെടുക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാനായിട്ട് ഒക്കെ സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളായാലും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു എക്സ്പീരിയൻസുകളുമായി മോൾഡ് ആയപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വളരെ ലളിതമായിട്ട് പക്ഷെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതിന് നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റേജസ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് പ്രീനാറ്റൽ പീരീഡിൽ തുടങ്ങിയാണ്. പ്രീനാറ്റൽ പീരീഡ് അതായത് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ഒരു സമയമാണ് പ്രീനാറ്റൽ പീരീഡ് ആൻഡ് പോസ്റ്റ് നാറ്റൽ പീരീഡ്. അത് ആഫ്റ്റർ ബർത്തിന് ശേഷമുള്ള ആ ഒരു സമയം പോസ്റ്റ് നാറ്റൽ. അതിനുശേഷം നമ്മൾ ബേബിഹുഡിലേക്ക് കടന്നു വരുന്നു, ഒരു ബേബിയായി മാറുന്നു. അതിനുശേഷം നമ്മൾ ഒരു ചൈൽഡായി മാറുന്നു. അതിനുശേഷം ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരിയായി മാറുന്നു. അതിനുശേഷം യുവാവ് അല്ലെങ്കിൽ യുവതിയാവുന്നു. അതിനുശേഷം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം പല സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രീനാറ്റൽ പീരീഡിൽ സംഭവിച്ചു എന്നുള്ളത്. അതായത് ദ വെരി മൊമെന്റ്, ആ ഒരു സോണോഗ്രഫിയുടെ ആ ഒരു മൊമെന്റിൽ ആ ജീവന്റെ തുടിപ്പ് അമ്മ മനസ്സിലാക്കിയത് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് എന്നെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. അത് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ആ സമയത്തെ വികാരങ്ങളെയും ആ സമയത്ത് അമ്മ കടന്നുപോയിട്ടുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും സന്തോഷമായാലും ദുഃഖമായാലും അതെന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനുള്ള ദ വെരി സോഴ്സ് എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളെ കുറിച്ച് തന്നെ ഡീറ്റെയിലിംഗ് നടത്തുകയാണ്. അത് കൂടുതൽ നമ്മുടെ അമ്മയിൽ നിന്നാണ് നമ്മൾ ഈ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കി വരുന്നത്. അതിനുശേഷം കുട്ടിയുടെ ആ ഒരു ലോകം, അത് കുട്ടിയും അമ്മയും തമ്മിൽ ഒരു പൊക്കിൾ കൊടി ബന്ധം വഴി അവർ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ വികാരങ്ങൾ കുട്ടിയിലേക്ക് വരുന്നത്. അതിനുശേഷം ആഫ്റ്റർ ബർത്ത് വീണ്ടും അമ്മയായിട്ട് കുട്ടി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളാണ് കുട്ടിയുടെ അപ്പനും അതോടൊപ്പം തന്നെ കുട്ടിക്ക് ചുറ്റുമുള്ള ബന്ധുക്കളും ഗ്രാൻഡ് പാരന്റ്സും. അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് കുട്ടി കടന്നു വരുന്നു, അല്ലെങ്കിൽ കെയർ ടേക്കർ ആ ഒരു രീതിയിലേക്ക് കടന്നു വരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ, ആഫ്റ്റർ ബർത്ത് എന്നുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ വീണ്ടും നമ്മൾ ഡീറ്റെയിലിംഗ് നടത്തണം. അമ്മയോട് മാത്രമല്ല ചുറ്റുമുള്ള ആളുകളോടും കൂടെ നമ്മൾ കുറച്ച് എൻക്വയറീസ് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബയോഗ്രഫി തയ്യാറാക്കുന്ന ഒരു ഇന്റൻസിറ്റിയോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവർക്ക് ആ സമയത്തുണ്ടായിരുന്ന ഇമോഷൻസ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി. പിന്നീട് നമ്മളൊരു 5 വയസ്സ് 6 വയസ്സോടുകൂടി 1ാം ക്ലാസ്സിൽ ചേരുന്നു. അത് മുതൽ നമ്മുടെ മെമ്മറി അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് വർക്കാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ വർക്കാണ്. ഇവിടെ നമ്മൾ കൂടുതൽ നമ്മുടെ മെമ്മറിയിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് ചെന്ന് അവിടെ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കില്ല, പക്ഷെ ഒരു ഷാർപ്പ് ഫോക്കസ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ലൈറ്റ് അതിലേക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർത്തെടുക്കുന്നു. ഓരോ സ്റ്റേജിലും 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ നമ്മൾ വളർന്നു വന്ന ഒരു ചൈൽഡ് പതുക്കെ വളർന്നു വന്ന
ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പിന്നീട് നമ്മൾ സ്റ്റേജസ് കടന്നു പോകുന്നതോറും നമ്മൾ അഡോളസെന്റ് ആവുന്നതോറും നമ്മുടെ മെമ്മറി കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും. അവിടെ നമുക്കുണ്ടായിരുന്ന നമ്മുടെ ശരീരത്തിൽ സംഭവിച്ച മാറ്റങ്ങളും അതോടൊപ്പം നമ്മുടെ പിയർ ഗ്രൂപ്പ് സർക്കിളുകളിൽ നമ്മുടെ ചിന്താഗതികളിൽ വന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഒരു റാഷ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടോ ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ അപ്പിയർ ആവാനും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇംപ്രഷൻ ഫോർമേഷൻ, ഇന്ന വ്യക്തി ലേബലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നതൊക്കെ ആയിട്ടും നമുക്ക് അനുഭവപ്പെടാം. അവിടെ നടന്നിരുന്ന ചില എക്സ്പീരിയൻസുകൾ, നമുക്ക് കിട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസുകളെ നമ്മൾ അനലൈസ് ചെയ്യുകയും കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുകയാണ്. നമ്മുടെ തന്നെ മെമ്മറി ഉപയോഗിച്ച് ഒരു മെന്റൽ ട്രാവൽ ചെയ്തുകൊണ്ട് നമ്മളാകുന്ന പുസ്തകത്തെ, എക്സ്പീരിയൻസുകളെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വളർന്നു വരുമ്പോൾ നമ്മുടെ ഒരു അഡൾട്ട് സ്റ്റേജ്, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥ, അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സന്തോഷത്തിന്റെ അനുഭവമായാലും ദുഃഖത്തിന്റെ അനുഭവമായാലും അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് ഇത് എനിക്കിപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ബട്ട് എ ഡീപ് വർക്ക് നമ്മൾ ചെയ്യുകയാണ് ഇവിടെ. അത് കണ്ടുപിടിച്ച് ഈ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എൻ്റെ ഒരു അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് എൻ്റെ പാസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളുമായിട്ട് ചൈൽഡ്ഹുഡിലോ അഡോളസൻസിലോ അല്ലെങ്കിൽ ഈവൻ ഇൻ ദ ബേബിഹുഡിലോ അല്ലെങ്കിൽ ഈവൻ ഇൻ ദ പ്രീനാറ്റൽ പീരീഡിലോ നടന്ന കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ അതിനെ ഒരു കണക്ഷൻസ് നടത്തി നോക്കുകയാണ്. ചിലപ്പോൾ കണക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല, പക്ഷെ ചില സമയങ്ങളിൽ ഫ്രോയിഡിന്റെ ഒക്കെ വർക്ക് പറയുന്ന പോലെ ചിലപ്പോൾ ചില അൺകോൺഷ്യസ് കണക്ഷൻസ് നടക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് നമ്മളെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതിന് നമ്മൾ ഒരു സെൽഫ് മെഡിറ്റേഷൻ നടത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സെൽഫ് മെഡിറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് ഇതെപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും മെഡിറ്റേഷൻ നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷെ നമ്മൾ അതിനെ വളരെ ഫ്രീ ആയിട്ട്, ഫ്രീ മൈൻഡോടുകൂടെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസുകളെ പതുക്കെ പതുക്കെ അനലൈസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അതിലേക്ക് ഊളിയിട്ട് ചെല്ലുവാനും അതിനെ കുറിച്ച് കൂടുതൽ ഇൻസൈറ്റ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തന്നെ ആക്സെപ്റ്റൻസ് എന്നൊരു സ്റ്റേജിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഈ ആക്സെപ്റ്റൻസ് എന്ന ഫൈനൽ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ അംഗീകരിക്കുവാനും നമ്മൾ എന്തായിരിക്കുന്നോ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സോടുകൂടി നമ്മളെ പഠിച്ച് നമ്മളെ ഒരു നല്ല സമഗ്ര വ്യക്തിയായി കണ്ട് മറ്റുള്ളവരും അതുപോലെയുള്ള ഒരു സ്റ്റോറിയുള്ള വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇന്റർ റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ഇന്റർ റിലേഷൻഷിപ്പിനെ ഈ ഒരു ഡീറ്റെയിലിങ്ങും ഈ ഒരു സെൽഫ് വർക്കും ഈ ഒരു സെൽഫ് മെഡിറ്റേഷനും വഴി വളർത്തിക്കൊണ്ടുവരുവാനും കൂടുതൽ നല്ല വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുവാനും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.